നിങ്ങൾക്കറിയാമോ, പാകിസ്ഥാൻ മുസ്ലിങ്ങൾക്ക് ഹജ്ജിന് പോകാൻ സൗദി അനുമതി നിഷേധിച്ചു. ഇസ്ലാമിക രാജ്യമായിട്ടും പാകിസ്ഥാൻ മുസ്ലിങ്ങൾക്ക് മക്കയും മദീനയും സന്ദർശിക്കാൻ അനുമതിയില്ല. എന്താണ് കാരണം? ഭീകരപ്രവർത്തനം മൂലമാണ്. ഒരു ഇന്ത്യൻ മുസ്ലിം എന്ന നിലയിൽ ഞാൻ അഭിമാനത്തോടെ പറയുന്നു, മുസ്ലിങ്ങൾക്ക് ഏറ്റവും സുരക്ഷിതമായ മണ്ണ് ഇന്ത്യയാണ്. ദേശീയ ഹജ്ജ് കമ്മിറ്റി ചെയർമാനും BJP ദേശീയ വൈസ് പ്രസിഡന്റുമായ AP അബ്ദുള്ളക്കുട്ടി കാശ്മീർ മുസ്ലിങ്ങളുടെ ഹൃദയം തൊടുകയാണ്. കാശ്മീരിൽ കുടുംബയോഗങ്ങളും തെരുവ് യോഗങ്ങളും മീറ്റിങ്ങുകളും ഒക്കെയായി AP അബ്ദുള്ളക്കുട്ടി തെരഞ്ഞെടുപ്പ് പ്രചരണത്തിൽ കാശ്മീരിൽ സജീവം. തിരക്കിനിടയിലും കർമ്മ ന്യൂസുമായി അദ്ദേഹം കാശ്മീർ വിശേഷങ്ങൾ പങ്കുവയ്ക്കുകയാണിപ്പോൾ. അദ്ദേഹത്തിലേക്ക്. കാശ്മീർ പണ്ട് ടെററിസത്തിന്റെ ക്യാപിറ്റലായിരുന്നു. ഇന്ന് ടൂറിസത്തിന്റെ ക്യാപിറ്റലായി മാറിയിരിക്കുന്നു. ഞാൻ ഈ തെരഞ്ഞെടുപ്പ് പ്രചരണത്തിനിടയിൽ പോകുമ്പോൾ ഒരുപാട് മലയാളി ടൂറിസ്റ്റുകളെ കണ്ടു. താൽ തടാകത്തിൽ ഒരു സംഘത്തെ കണ്ട് ഞാൻ ആശ്ചര്യപ്പെട്ടുപോയി. ഒരു സംഘം സ്ത്രീകൾ കോഴിക്കോട്ട് നിന്ന് വന്നു, ഒരു 10-15 ആളുണ്ട്. എല്ലാം റിട്ടയർഡ് സീനിയർ സിറ്റിസൺസ് ആണ്. അവര് ആൺതുണയില്ലാതെ കാശ്മീർ കാണാൻ വന്നിരിക്കുകയാണ്. ആൺതുണയില്ലാതെ സ്ത്രീകൾ ഹജ്ജിന് പോകുന്ന കാലാണല്ലോ. ആൺതുണയില്ലാതെ കാശ്മീരിൽ ടൂറിസത്തിന് കാശ്മീർ കാണാൻ വരിക എന്ന് പറയുന്നതിൽ നിന്ന് നമ്മളെന്താ മനസ്സിലാക്കേണ്ടത്? നരേന്ദ്രമോദിയുടെ ഗ്യാരണ്ടിയുടെ നടപ്പിലായിരിക്കുകയാണ്. എന്താണ്? കാശ്മീരിനെ തീവ്രവാദം അടിച്ചമർത്തി സമാധാനത്തിലേക്ക് കൊണ്ടുവരും. അതില് ജനങ്ങൾക്ക് നല്ല വിശ്വാസമായി. ആ വിശ്വാസം ആണ് കഴിഞ്ഞ 5 മാസത്തിനിടയിൽ കാശ്മീരിൽ 8.6 മില്യൺ ടൂറിസ്റ്റുകൾ വന്നെന്നാണ് കണക്ക്. അതായത് മെയ് മാസം വരെ 5 മാസത്തിനുള്ളിൽ. അപ്പൊ ആ വിധത്തിൽ വലിയ മാറ്റം. കാശ്മീർ നഗരത്തില് 5 കിലോമീറ്ററാണ് ആ സിറ്റിയിൽ ഫ്ലൈ ഓവർ ഉണ്ടാക്കിയിരിക്കുന്നത്. നരേന്ദ്രമോദി അദ്ദേഹത്തിന്റെ വികസന രാഷ്ട്രീയമാണ്. ഞാൻ കാശ്മീരിലെ ജനങ്ങളോട് പറഞ്ഞു, as a Muslim, I am proudly say that Modi ji's India is the safest place in the world. Safest place for Muslim in the world. ഇതാണ് കാശ്മീരിലെ ജനങ്ങളോട് ഞാൻ പറഞ്ഞത്. അത് കാശ്മീരായാലും ഇന്ത്യ ആയാലും മൈനോറിറ്റിക്ക് ഏറ്റവും സുരക്ഷിതത്വമുള്ള നാടാണ്. അത് ജനങ്ങൾ വിശ്വസിച്ചുകൊണ്ടിരിക്കുന്നു. പണ്ട് കോൺഗ്രസും നാഷണൽ കോൺഫറൻസും PDPയും നമ്മുടെ ചെറുപ്പക്കാരുടെ കയ്യിൽ കല്ലും കൊടുത്ത് പട്ടാളത്ത് എറിയാൻ അയച്ചു. ഇന്ന് ആ ചെറുപ്പക്കാരുടെ കയ്യിൽ നരേന്ദ്രമോദി പൂക്കൾ നൽകിയിരിക്കുകയാണ്. ടൂറിസ്റ്റുകളെ സ്വീകരിക്കാൻ ചെറുപ്പക്കാർ പോയിക്കൊണ്ടിരിക്കുകയാണ്. കാശ്മീര്, ജമ്മു ആൻഡ് കാശ്മീരിന്റെ ചരിത്രം തിരുത്തി കുറിക്കുന്ന ഒരു നല്ല മുന്നേറ്റം നരേന്ദ്രമോദിക്ക് ഭാരതീയ ജനതാ പാർട്ടിക്ക് ഉണ്ടാവുമെന്നുള്ള ഒരു ശുഭപ്രതീക്ഷയാണ് എനിക്ക് ഇവിടുന്ന് നിങ്ങളോട് പങ്കുവെക്കാനുള്ളത്. താങ്ക് യു. നമ്മുടെ കേരളം എന്ന് പറയുമ്പോൾ കേരളത്തില് വലിയ പ്രശ്നങ്ങളൊന്നും കാശ്മീർ പോലെ ഭയപ്പെടുന്ന പ്രശ്നങ്ങളൊന്നും ഇല്ല എങ്കിൽ പോലും ഇതുപോലെ ഒരു ഇമ്പാക്ട്, നരേന്ദ്രമോദിയുടെ ഒരു ഇമ്പാക്ട്, നരേന്ദ്രമോദി സർക്കാരിനോടുള്ള ഒരു വിശ്വാസം നമ്മുടെ കേരളത്തിലെ ജനങ്ങൾക്ക് കൊണ്ടുവരാൻ എന്ത് സാധിക്കും, എന്ത് ചെയ്യാൻ കഴിയും? അങ്ങിപ്പോ കേരളത്തിൽ നിന്ന് കാശ്മീരിൽ പോയി കാശ്മീരിലെ നേരിട്ട് മനസ്സിലാക്കുന്നു, അവിടെ ഉണ്ടാകുന്ന മാറ്റങ്ങൾ അങ്ങേ ആനന്ദഭരിതനാക്കുന്നു. പക്ഷെ കേരളത്തിൽ നമുക്ക് ഇത്രത്തോളം മാറ്റങ്ങൾ കൊണ്ടുവരാൻ സാധിക്കുന്നില്ല. അത് നമുക്ക് എന്ന് സാധ്യമാകും എന്നാണ് അങ്ങയുടെ ഒരു ശുഭാപ്തി വിശ്വാസം? കേരളത്തിലെ CPM ഒരു നല്ല ശക്തിയുള്ള അടിത്തറയുള്ള കാഡറും ലീഡർമാരുള്ള ഒരു വലിയ ശക്തിയാണ്. അതിപ്പോ കുറച്ച് ദുർബലമായിക്കൊണ്ടിരിക്കുന്നുണ്ടെങ്കിലും അതുപോലെ തന്നെ മുസ്ലിം ലീഗും കോൺഗ്രസും ഇവരെല്ലാം ഒരു ശരീരവും മനസ്സുമായിട്ട് മോദിക്കെതിരായിട്ട് BJPക്കെതിരായിട്ട് നിരന്തരമായി കള്ളപ്രചരണങ്ങൾ, നുണപ്രചരണങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുകയാണ്. അതുകൊണ്ടാണ് ഞങ്ങളുടെ വളർച്ചയെ തടയുന്നത്. മാത്രമല്ല, ഇവിടുത്തെ ദൃശ്യശ്രവ്യ മാധ്യമങ്ങൾ, പ്രിന്റ് മീഡിയ, അതുപോലെ തന്നെ സോഷ്യൽ മീഡിയയിലും വലുതായി BJPക്കെതിരെ, മോദിക്കെതിരെ നുണപ്രചരണങ്ങൾ നടത്തി ഞങ്ങളുടെ വളർച്ചയെ, നമ്മുടെ മുന്നേറ്റത്തെ തടയുന്നു എന്നുള്ളതാണ് സത്യം. പക്ഷേ അതിനെയെല്ലാം അതിജീവിച്ചുകൊണ്ട് ഇവിടെ ഇപ്പോൾ വലിയ മുന്നേറ്റം കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ വോട്ടിംഗ് ശതമാനത്തിലൊക്കെ നമ്മൾ കണ്ടു. തൃശ്ശൂർ, നമ്മുടെ കേരളത്തിൽ BJP അക്കൗണ്ട് ഓപ്പൺ ചെയ്തു.
അപ്പൊ ഇത് നല്ലൊരു സൂചനയാണ്. കാശ്മീരിലെ ജനങ്ങൾ ഇപ്പോൾ നരേന്ദ്രമോദിയെ സ്നേഹിച്ചു തുടങ്ങിയിരിക്കുന്നു. അതുപോലെ കേരളത്തിലെ ജനങ്ങള് മോദിയെ മനസ്സിലാക്കും എന്നാണ് എനിക്ക് ഉറപ്പിച്ച് പറയാനുള്ളത്. ഞാനൊരു ചെറിയ എക്സാമ്പിൾ നിങ്ങളോട് പറയാം. അദ്ദേഹം വയനാട് ദുരന്ത ഭൂമിയിൽ വന്നു. അതിനുശേഷം ഞാൻ വയനാട് പോയപ്പോൾ അവിടുത്തെ ഉമ്മമാര്, നമ്മുടെ ബന്ധുക്കള്, സ്ത്രീകളൊക്കെ പറയുന്നത്, ഓ എന്ത് നല്ല മനുഷ്യനാണ് നരേന്ദ്രമോദി, ഇയാളെയല്ലേ ആളുകൾ ഇങ്ങനെ കുറ്റപ്പെടുത്തുന്നത്. അതായത് നരേന്ദ്രമോദിയുടെ ബോഡി ലാംഗ്വേജ് നമ്മുടെ ഉമ്മമാർക്ക്, അമ്മമാർക്ക് മനസ്സിലായി. അദ്ദേഹം അവിടുത്തെ സാധാരണ ജനങ്ങളോട് പെരുമാറുന്നത് കണ്ടപ്പോ, അവരെ ആശ്വസിപ്പിക്കുന്നത് കണ്ടപ്പോൾ അദ്ദേഹത്തിന്റെ ആ ബോഡി ലാംഗ്വേജ് ഇഷ്ടപ്പെട്ടു. പക്ഷേ അദ്ദേഹത്തിന്റെ രാഷ്ട്രീയ പ്രത്യശാസ്ത്രത്തിന്റെ ലാംഗ്വേജ് മനസ്സിലാക്കാൻ മലയാളിക്ക് കഴിയുന്നില്ല എന്നുള്ളതാണ് ഒരു സത്യം. അതുകൂടി വളരെ എഡ്യൂക്കേറ്റഡ് ആയിട്ടുള്ള ഒരു തലമുറ വൈകാതെ തിരിച്ചറിയുമെന്നുള്ള ഒരു പ്രതീക്ഷയാണ് എന്നെ നയിക്കുന്നത്. അങ്ങ് ഒരു കാര്യം കൂടി ചോദിച്ചോട്ടെ. കേരളത്തിലെ സ്ത്രീകൾക്ക്, ഒരു സ്ത്രീ എന്ന രീതിയിൽ ഞാൻ അങ്ങയോട് ഈ ചോദ്യം ചോദിക്കാൻ ആഗ്രഹിക്കുകയാണ്. കേരളത്തിലെ സ്ത്രീകൾക്ക് ഇപ്പോൾ അങ്ങ് പറഞ്ഞതുപോലെ കാശ്മീരിലെ സ്ത്രീകൾ, അവർ കാശ്മീരിൽ നമ്മുടെ സ്ത്രീകൾ ആൺതുണയില്ലാതെ പോകുന്നു. ഹജ്ജിന് നമ്മുടെ മുസ്ലിം സഹോദരിമാർ ആൺതുണയില്ലാതെ പോകുന്നു. അങ്ങനെ ഒരു സിറ്റുവേഷനിലേക്ക്, അങ്ങനെ ഒരു സാഹചര്യം കേരളത്തിലെ സ്ത്രീകൾക്ക് ഒരുങ്ങണമെങ്കിൽ ഇവിടെയുള്ള സ്ത്രീകൾ തയ്യാറാകണ്ടേ, അല്ലെങ്കിൽ സ്ത്രീകൾ നരേന്ദ്രമോദിയിൽ വിശ്വാസം അർപ്പിക്കണ്ടേ? അത് എന്ത് ചെയ്യാൻ സാധിക്കും അങ്ങനെ സ്ത്രീകളെ നമുക്ക് മുന്നോട്ട് വരാൻ വേണ്ടി? ഇപ്പൊ നരേന്ദ്രമോദി ഒരുപക്ഷെ അധികാരത്തിൽ വന്നതിന് ശേഷം സ്ത്രീകളെ ശാക്തീകരിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള നിരവധി പദ്ധതികൾ അദ്ദേഹം ആവിഷ്കരിച്ചിട്ടുണ്ട്. ഏറ്റവും അവസാനം നമ്മുടെ പുതിയ പാർലമെന്റ് മന്ദിരത്തിൽ പാസാക്കിയിട്ടുള്ളത് നമുക്കറിയാം. സ്ത്രീകൾക്ക് പാർലമെന്റിൽ കൂടുതൽ സംവരണം കൊടുക്കണം എന്നുള്ളതാണ്. അപ്പൊ ആ ബില്ല് ആയിട്ട്, അല്ലെങ്കിൽ ആ ഒരു പ്രമേയമായിട്ട് മുന്നോട്ട് പോകുന്നത് നിന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയും, സ്ത്രീകൾക്ക് വലിയ താല്പര്യം നൽകുന്ന ഒരാളാണ് നരേന്ദ്രമോദി. നരേന്ദ്രമോദിയുടെ നേതൃത്വത്തിൽ നമ്മുടെ നാട്ടിലെ കേന്ദ്ര ഗവൺമെന്റിന്റെ എല്ലാ സ്കീമുകളും നമ്മൾ പരിശോധിച്ചു കഴിഞ്ഞാൽ സ്ത്രീകളെ, കോടിപതികളായ സ്ത്രീകളെ ഉണ്ടാക്കാൻ ആവശ്യമായിട്ടുള്ള ഒരുപക്ഷെ സ്റ്റാർട്ടപ്പ് പദ്ധതിയിലും അതുപോലെ തന്നെ എന്റർപ്രണർമാരാക്കി അവരെ മാറ്റുന്നതിലും ഒക്കെ നിരവധി കാര്യങ്ങൾ അദ്ദേഹത്തിന്റെ ബഡ്ജറ്റിൽ നോക്കിയാൽ, അദ്ദേഹത്തിന്റെ പദ്ധതികളിൽ നോക്കിയാൽ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. ഒരുപക്ഷെ അദ്ദേഹത്തിന്റെ 10 വർഷത്തെ ഭരണത്തിനിടയിൽ ഏറ്റവും കൂടുതൽ തവണ ജനപ്രിയ ബജറ്റ് അവതരിപ്പിച്ചത് ഒരു സ്ത്രീയാണ്. നാരീശക്തിയെക്കുറിച്ചാണ് അദ്ദേഹം എന്നും സംസാരിക്കുന്നത്. അദ്ദേഹത്തിന്റെ പല പദ്ധതികളും, ഫ്ലാഗ്ഷിപ്പ് പ്രോഗ്രാമുകളും സ്ത്രീകളെ ശാക്തീകരിക്കുന്നതിന് വേണ്ടിയിട്ടുള്ളതാണ്. തീർച്ചയായും കേരളത്തിലെ സ്ത്രീ സമൂഹം അത് തിരിച്ചറിഞ്ഞിട്ടുണ്ട് എന്നുള്ളതാണ് എനിക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. അത് വേഗത കൂടും. അത് കേരളത്തിലെ രാഷ്ട്രീയ രൂപവും ഭാവവും മാറ്റും എന്നുള്ള പ്രതീക്ഷയാണ് എനിക്ക് ഈ സന്ദർഭത്തിൽ പങ്കുവെക്കാനുള്ളത്.